ഫുഡ് മേടിച്ചു തന്നാ മതിയാ? ഫുഡ് മേടിച്ചു തന്നാ മതിയാ? ആഹാരം വാങ്ങിച്ചു തന്നാ കഴിക്കുമാ? പൈസ എന്നായി തരൂല, ഫുഡ് മേടിച്ചു തരാം. പൈസ കൊടുത്ത് 20 രൂപ കൊടുത്ത് கொடுத்துட்டீங்களா? அது போய் இவருக்கு இங்க நின்று இதே வேலை தான் வர்றாள்கிட்ட கூட வாங்குறேன். ஏப்பா போப்பா, கையால் நல்லா இருக்கு, ஒரு இடத்துல வாட்ச்மேன் வேலைக்கு அஞ்சுடிப்பா. Hey guys, welcome back. Guys, കുറേ നാളായാലും നമ്മൾ കണ്ടിട്ടല്ലേ? വർക്കും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. വർക്കിൻ്റെതായ കുറച്ച് തിരക്കുകളായിപ്പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിച്ചാണ് യവേദിന് ഹണിമൂൺ ആഘോഷിക്കാൻ പോകണേ, ഈ പെണ്ണ് കെട്ടാത്തവേ. ഗൈസ്, ഞാൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത് പെണ്ണ് കെട്ടിയവരുടെ കൂടെയാണ് പോകുന്നത്. അവരുടെ ഹണിമൂൺ എങ്ങനെ കൊളാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്താ പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ കൊടൈക്കനാലാണ് ഗൈസ്. ആരൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞാൻ, ശ്രീജു ചേട്ടൻ, ചിന്നു, അമ്പു, ലാലു ചേട്ടൻ, പിന്നെ കോട്ടർ ഇച്ചാപ്പി. നമ്മൾ 3, 2, 5, 6 പേരാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അതിൽ ശ്രീജു ചേട്ടൻ്റെയും ചിന്നുവിൻ്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഇനി അമ്പുവിൻ്റെയും ലാലു ചേട്ടൻ്റെ ഹണിമൂണാണ്. നമുക്കതെങ്ങനെ കൊളാക്കാം, ഞാൻ എങ്ങനെ അത് കൊളാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ. അവരെ ഒരു വിധത്തിലും ഞാൻ ഹണിമൂൺ ആഘോഷിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഫുൾ ടൈം ക്യാമറ കൊണ്ട് അവരെ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് അതാണ്ട് ഫുൾ പാക്കിങ്ങിൻ്റെ സെറ്റപ്പിലാണ്. എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ പോയി ഫ്രഷായി പാക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താ നമ്മൾ കൊണ്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ബാക്കി ഐറ്റംസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിനി ഇറങ്ങാം ഗൈസ്. സമയമായി 2:30 2:30 3 മണിയാകുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. എന്തരമ്മ ജയിച്ചാൽ ഞാൻ വിളിച്ച് പറഞ്ഞു. ഗൈസ്, എനിക്ക് ലോജിസ്റ്റിക്സ് പഠിച്ചായിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്ന് പാസ്സായി ഗൈസ്. ഇന്ന് മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ ഇനി ഇവിടെ നീ ഇറങ്ങാം. ഇനി ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്തരാ ക്യാമറ ബാഗ് എന്തരമ്മ? ഈ പെണ്ണ് പഠിക്കുകയില്ല, ഇവിടെ പെണ്ണ് പഠിക്കുകയില്ല, കളിച്ചോണ്ടിരിക്കണ. അല്ലെങ്കിലും ഒരു വീട്ടിൽ മൂത്തയാൾ മാത്രമേ പഠിക്കുള്ളൂ, ഇളയാൾ വെറും വാഴ കേസാണ്. മനസ്സിലായി? ഞാൻ മൂത്തായത് എൻ്റെ ഭാഗ്യം. അപ്പം പിന്നെ ഞാനല്ലേ മൂത്തത്? പിന്നെ ഞാൻ മൂത്തായാലും പിന്നെ കിഴങ്ങ് മൂത്തത് അപ്പൂപ്പനാ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ വേളിയിലാണ് പോകാം. അപ്പം നോക്ക്, അമ്മ നോക്കൂല. അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. ഇനി നേരെ വേളയിൽ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വേണം പോവാൻ. അമ്മ ടാറ്റാ ബൈ. നമ്മ ക്യാമറ ഫ്രണ്ട് നമ്മൾ വേറെ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആവുന്നത്. നോക്ക് ടാറ്റാ. ഓക്കെ, ഞാൻ ഇറങ്ങി. പോട്ടാടി, നീ പഠിക്കണം കേട്ടോ. നിങ്ങളെ ഏത് പരീക്ഷ? മാത്സിന്റെ മോഞ്ചേരികളൊക്കെ പഠിക്കണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോയി തരാം. ആരും കൊണ്ടു? ഞാൻ പോവും, ഞാൻ സ്വന്തമായിട്ട് പോവും. ടാറ്റാ, പോയി തരാം. ഞാൻ അവിടെ വേളി വെച്ചേക്കാം. ഇനി യാസ് നമ്മളെ കുടുംബ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നേരെ ഇനി വേളിയിലോട്ട്. എന്തായാലും കൊടൈക്കനാലല്ലേ? അവിടെ ഞാൻ നോക്കട്ടെ. ഒക്കെ കഴിഞ്ഞാൽ സ്ഥലം വാങ്ങിക്കും. അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ സെറ്റിലാവും. നോക്കട്ടെ, അതിൽ തമിഴത്തെയും കെട്ടി അവിടെ താമസിക്കാം. പക്ഷേ ഞാൻ പോയി തരാമേ ഗോയ്സ്. അപ്പോൾ നേരെ ഇനി വേളിയിലോട്ട് പോകും. ഞാൻ വേളിയിലെത്തിയതാ. നമ്മളിനി അവിടെ പോകാൻ പോവാണ്. നിങ്ങൾ വെണ്ടിലോട്ട് ചാവി ചാച്ചു പറ. എല്ലാവർക്കും ചാച്ചു വിടും. അമ്മൂമ്മയ്ക്ക് ചാച്ചു വിടും. അപ്പൂമ്മ അമ്മൂമ്മയ്ക്ക് ചാച്ചു വിടറാ. ഉമ്മോടോ ഉമ്മ ചാച്ചാ വാ. അമ്മ ഫ്രണ്ട് ഇരിക്കാം. വാ ഫ്രണ്ട് ഇരിക്കാം. വാ. കയ്യുള്ള ഉടുപ്പിടാളെ ഞാൻ ചാപ്പി ഫ്രണ്ടില്. അപ്പൊ ചാച്ചോട് അപ്പൊ അമ്മക്ക് ചാച്ചോട്. അപ്പൊ ചാച്ചാ അമ്മക്ക് അമ്മ ബാക്കി കയറി. അമ്മ ബാക്കി കയറി. മാമി വിളിക്കണം. ചാച്ചോട് മാമി ചാച്ചോട്. അമ്മയ്ക്ക് ഫ്ലൈങ് സർ. അമ്മയ്ക്കൊക്കെ ഫ്ലൈങ് സർ. ഓ ഒന്നുകൂടെ കൊടു. ഓ മാമിക്ക് കൊടുത്താ. ചാച്ചാ പോയിട്ടാമേ.
മാമിയാ ബാഗ് മാമിയെ ബാഗ് നിങ്ങൾ എന്തരുത് ഓ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ അമ്പൊക്കെ താമസിക്കുന്ന ക്യാബിളൊക്കെയാണ്. അമ്പൊക്കെ രാവിലെ തൊട്ട് വീട്ടിൽ ഇരുന്നല്ലേ ആ ചെറുക്കനെ പിടിച്ചൊരു ചെറുക്കനെ മൂഞ്ചി നാട്ടിൽ ആശിലാണ് കാർ ഓട്ടിക്കണുണ്ടോ? അച്ഛ കാർ ഓട്ടിക്കണുണ്ടോ? അച്ഛ കാർ ഓട്ടിക്കണുണ്ടാന്ന്. അമ്മയോടെ തോണ്ടേ അമ്മ ബാക്കി ഇരിക്കണണ്ട. ആദ്യം നമ്മൾ അങ്ങോട്ടാട്ടോ, അമ്പൂന്റെ വീട്ടിലല്ലേ. ആ ഞാൻ പറഞ്ഞ 2 കക്ഷികളെ കിട്ടിയതായിരിക്കും. അമ്പു ഞാൻ പറഞ്ഞേക്കണ എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ഹണിമൂൺ കൊളാക്കാനാണ് ഞാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞേക്കണ കേട്ടാ. ചിന്നുവിൻ്റെതും കൊളാക്കണം ഇന്ന് എന്തായാലും. ഞാനല്ലേ ഇച്ചാപ്പി, നമുക്ക് ഇവരെ ഹണിമൂൺ നമ്മൾ കൊളാക്കാമേ. ഇച്ചാപ്പി ഇങ്ങനെയാണ് യെസ് എന്നാണ് കൊളാക്കാം. ഓന്നറ യെസ് കൊളാക്കാം മക്കളെ, കൊളാക്കാമേ. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ റൈഡ് അടിച്ച് പോവാം. നമ്മള് മുട്ടത്തറ അല്ല കേട്ടോ നമ്മളിപ്പം മുട്ടത്തറ. അപ്പൊ നമ്മൾ നേരെ ഈ ഹൈവേയിലോട്ട് കയറി. മുട്ടത്തറ സിറ്റി, ഇവിടെ നേരെ നമ്മൾ ഈ ഹൈവേ കയറി. ഒരു വലിയൊരു നാടാണ് മുട്ടത്തറ അല്ലേ. സ്വന്തമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ്, മത്സ്യബെട്ട് നെറ്റ് ഫാക്ടറി, BSF ഹെഡ്ക്വാർട്ടേഴ്സ്, പിന്നെ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജ്, വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്റർ, പുൽത്തോട്ടം, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഫ്ലാറ്റ്, CBI ഓഫീസ്, ഇതെല്ലാം നമ്മുടെ വില്ലേജിന് മാത്രം അവകാശപ്പെട്ടതാണ്. വേറെ ആർക്കും കിട്ടില്ല. അമ്പോ ഡാൻസ് പഠിച്ചോ നീ? കുറച്ചു മുമ്പ് പ്രാക്ടീസ് ആയിരുന്നു, നാക്കില് മൂക്കില്. ആർക്ക് ഒറ്റയ്ക്ക് കളിക്കണത്? ഞാനുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. ഏ പ്രഭു എന്ന് പറക്കളെ, ഹരി രാമകൃഷ്ണ എന്ന് പറ. ഹരിരാമകൃഷ്ണ. ഏ ക്യാ ഹുവാ എന്ന് പറ. ക്യാ ഹുവാ എന്ന് പറ. ഏ ക്യാ ഹുവാ പറ. ഏ ക്യാ ഹുവാ എന്ന് പറ. ഏ പ്രഭു ഒന്നുകൂടെ വിളി. ഏ പ്രഭു എന്ന് പറക്കളെ. ഓ പ്രഭു. നമ്മളിത് എത്ര പ്രാവശ്യം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണെന്ന് പറ എല്ലാരും. 3 മാസം പ്ലാൻ ചെയ്ത ട്രിപ്പ്. അതിൽ എത്ര എണ്ണം മൊണ്ടിയായി മുടങ്ങിയെന്ന് പറ. എത്ര എണ്ണം മുടങ്ങിയെന്ന് പറ. 2 എണ്ണം മുടങ്ങി. അപ്പൊ ഒന്നിപ്പഴച്ചാ 3. നമ്മുടെ റൂം സെറ്റായി. നമുക്ക് എത്ര റൂം? നിന്നെ കാണിച്ചാലാ ഞാൻ ഔട്ടാവണത്. ഞാൻ നിങ്ങളെ കൂടെ ആയിരിക്കും. ഞാൻ ഈ ചാപ്പി നമുക്ക് അമ്പൂൻ്റെ അവിടെ കിടക്കാമേ കളെ കേട്ടാ. നമുക്ക് അമ്പൂൻ്റെ അവിടെ കിടക്കാമേ. പോന്ന് പറക്കളെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് തമിഴ്നാട് എത്തിയെങ്കിലും പക്ഷേ മലയാളി ഹോട്ടൽ താലക്കുടി നീലകണ്ഠൻ ഹോട്ടൽ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. എല്ലാവർക്കും സൗഖ്യമാണ്. സോറി, എല്ലാവർക്കും സൗഖ്യമാണ്. എല്ലാവർക്കും ഉറക്കം ചേരും. കൊള്ളാന്ന് സൂപ്പർ. നടപ്പിക്കാം. അടുത്തരാം. ദോശ എങ്ങനെയുണ്ട്? മറ്റേത് പറയാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതോ ഒരു ഹൈവേയിലെത്തി. വണ്ടി പാർക്ക് ചെയ്താണ്ട് അമ്പ് കട്ട ഉറക്കപ്പിച്ച് നിൽക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഓടി സെറ്റായിട്ട് ഇറങ്ങിയാണ്. ഇപ്പൊ പൈസ തന്നു ഞാൻ. നമ്മൾ തന്നെ നേരത്തെ തന്നത്. தம்பி ஆச்சொல்ல போன கண்ணை ஆப்பிட்டு பத்து காசு நண்டு சாப்பிடல பத்தோட ஏற்றோடி
நான் குடிக்க மாட்டேன் ஒன்று தலைவரை சொல்லிட்டு ഫുഡ് മേടിച്ചു തന്നാ മതിയാ? ഫുഡ് മേടിച്ചു തന്നാ മതിയാ? ആഹാരം വാങ്ങിച്ചു തന്നാ കഴിക്കുമോ? பசி പൈസ എന്നായി തരൂല, ഫുഡ് മേടിച്ചു തരാം, വാ. பசுவோட ஏற்றி விடுங்க ஊரு காசு இல்லை பஸ் ஏற்றி விடுங்க. ബസ് കയറ്റി വിടാനാ? ഊരെവിടാ? ராஜபாளையம் ആറ്റുമല? ராஜபாளையம் രാജപാളയോ? രാജപാളയോ? രാജപാളയത്ത് പോകണം. அதெல்லாம் பொய். நீங்க எது கொடுத்துறாதீங்க. இவருக்கு இதே வேலை தாங்கனே நின்றுக்கிட்டு எது கொடுத்துறாதீங்க. പൈസ കൊടുത്ത് 20 രൂപ കൊടുത്ത് கொடுத்துட்டீங்களா? அது பொய். இவருக்கு இங்கே நின்று இதே வேலை தான் வர்றாள்கிட்ட கூட வாங்குறது. ஏப்பா போப்பா, கையால் நல்லா இருக்கு. ஒரு இடத்துல வாட்ச்மேன் வேலைத்துக்கு கஞ்சி குடிப்பா. ஒரு ஹோட்டல் கடையில் இலை எடுத்து போட்டு தான் கஞ்சி குடிக்கலாம். போற ஆளுங்க வராள்கிட்ட கேட்டா வாங்கிக்கலன்னா ரொம்ப அழுத்துதுற. பொய். இதே வேலை தான் வருது. നമ്മള് കൊടുത്തായിരുന്നു, ഒരു പ്രാവശ്യം കൊടുത്ത്, പൈസ കൊടുത്ത്. ரொம்ப കൊടുക്കാதீங்க. വീണ്ടും ഇത് കൂടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോ ചെവിക്കകത്ത് കയറി ഇരിക്കും. നാളെ കൊടൈക്കനാല് കാണണോ? കൊച്ചനെ കടിയാണ്, കൊച്ചനെ കടി. കൊള്ളാം, എങ്ങനെ പറയണം? സൂപ്പർ സൂപ്പർ. കൈ എങ്ങനെ വെക്കണം? സൂപ്പർ. കൈ എങ്ങനെ വെക്കണം? ഗായ്സ്, അങ്ങനെ വണ്ടി ഹൈ റേഞ്ച് മൊത്തം ഓട്ടിച്ച് ചേരുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ വന്ന് ഇറങ്ങിയതാട്ടോ. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സൗണ്ട് കണ്ടല്ലേ? നോക്കിയോ, നമ്മളെ ചെറുക്കൻ്റെ ഇവിടെ പാർക്കിങ്. റീച്ചടന്ന ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി വരെയും തടുക്കണേട്ടാ. നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇതൊക്കെ കിടന്നു. ഓ തൊള്ള വിഷയം. ഇതിലെ വഴിയുണ്ടോ കേട്ടോ? ഇതിലെ വഴിയുണ്ടോ? ദാണ്ട് ദാണ്ട്. ഓ വിഷയ സ്ഥലം കേട്ടോ ഇത്. ആ വിഷയം. ഇവിടെ നിന്നാണ് വെള്ളം പറഞ്ഞത്. ഇതിലാണ് പോകാനുള്ളത്. ശ്രീചേട്ടൻ്റെ കോട്ട് കൊള്ളാം കേട്ടോ. നിങ്ങളെ കോട്ട് കൊള്ളാം. ലക്ഷങ്ങളാ? പകലായിരുന്ന കുറച്ചൊരു അടിപൊളിയായിരുന്നല്ലേ? നല്ല മഞ്ഞും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഇവള് ഏത് തമ്മി പിന്നെ കൊള്ളാടി വശം നിന്നെ വീഡിയോ കാണാൻ. ഇതാടേ ഇവിടെ വന്ന് റേഞ്ചൊക്കെ മാറി കണ്ട. ഇങ്ങനെ തണുപ്പൂടാ. ഓ എൻ്റെ ജാക്കറ്റ് ഒന്നുമില്ല, എല്ലാം ബാഗിനകത്താണ്. ഇനി ബാഗൊക്കെ എടുത്ത് ജാക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങാം. അതിനുമ്പോ ആദ്യം റൂം കണ്ടുപിടിക്കണം. നമ്മളെ റൂം അങ്ങ് മേളിൽ എവിടെയാണ്? അനന്തഗിരി ഹിൽസ് 4th സ്ട്രീറ്റ് അവിടെ എവിടെയാണ് നമ്മളെ റൂം. നമുക്ക് നേരെ അവിടെ നമ്മളെ ചെറുക്കൻ തേടൊക്കെ നമ്മൾ വന്ന വണ്ടിയാണ്. റൂമിലെത്തി. നമ്മളെ റൂം ഇതാണ്. അമ്പ് ഹണിമൂൺ ആഘോഷിക്കാം. അമ്പുന്റെ റൂം തള്ളേ. നിങ്ങളെ റൂം ഏത്? ഇതാണ് ഗൈസ് അമ്പുന്റെ ലലിജന്റെ റൂം. അമ്പു സ്പ്രിങ് പോരാ അമ്പു. എന്തിരി സ്പ്രിങ് ഇല്ലെന്ന് കാട്ടില്. അത് മാറ്റി. ഇവർക്ക് സമയം ഉണ്ടായിരുന്നു ടി വി കാണാൻ. അമ്പു ബെഷീറ്റോണ്ടറി ചിന്നു. നിങ്ങൾക്ക് ടി വി ഇല്ലേ അവിടെ? അപ്പൊ റൂം എക്സ്ചേഞ്ച് ചെയ്യും. ഇവർക്ക് ടി വി എന്തിനാ ഉണ്ടോ? അപ്പൊ എനിക്ക് ഞാൻ ഹാളിലാ. നമ്മളെ ലാസ്റ്റ് റൂമിലെത്തിയേ. തണുത്ത് വിറയ്ക്കുന്നേ. ഇതാണ് നമ്മളെ റൂം. ഇതാണ് നമ്മളെ റൂം. ഇതാ ഇത് വേറൊരു ബെഡ്. ബെഡ് നിന്നെയാണ് എടുത്ത് ഹൈലൈറ്റ്. എന്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കണം? നിങ്ങൾ കിടാ. ഞാൻ അപ്പുറത്തെ റൂമിലാണ് കിടക്കണ. ഇച്ചായി നമുക്ക് അപ്പുറത്ത് കിടക്കാടാ. ലാലിച്ചാൻ്റെ കൂടെ കിടക്കാ. വാന്നറ. പ്രഭു വാ, നമുക്ക് അങ്ങ് പോവാ. ശരി മക്കള് വാ. ഞാൻ കിടക്കാം. എൻ്റെ തലേനെ കിടത്തേക്കിട്ട്. ഞാൻ ഇവിടെ സെന്ററല്ലേ. അമ്പു ഞാൻ ഇവിടെ സെന്ററല്ലേ അടി.
അമ്പു ഞാൻ ഇവിടെ സെന്ററിൽ കിടക്കാം ഈ ചാപ്പി അവിടെ നമുക്ക് അമ്പുന്റെ റൂമിൽ കിടക്കാം വാ നമുക്ക് വാ കിടക്കാം വാ അമ്പുന്റെ റൂമിൽ കിടക്കണം ഒരു 2 കാലി ഇട്ടോടാണ് ഇവിടെ എവിടെ കാലി ഇട്ട് കൊടുക്കണത് പാവാടേ പൊക്കി കുറഞ്ഞ ആ തടി ഇന്ന് കുറച്ച് കഴിയുമ്പോ കിട്ടുമല്ലേ കട്ടിലൊക്കെ വായത്തിന് കാലില്ല അതാണ് കുഴപ്പം എല്ലാ സ്കൂളും കട്ടില് മക്കളോ നമുക്ക് കുളമാക്കാം നമുക്ക് അമ്പുന്റെ റൂമിൽ കിടക്കാം ആ ഇവിടെ ബാൽക്കണി ഉണ്ട് ഓ മഞ്ഞ് നല്ല തണുപ്പ് കേട്ടോ ഇവിടെ നല്ല മഞ്ഞറാ ചെബി നല്ല മഞ്ഞ് ഹേ പ്രഭു അതാ നമുക്ക് അവിടെ പോയിക്കടാ മക്കളെ അവിടെ പോയിക്കടാ എന്ത് തണുപ്പുണ്ടാ കച്ചുവായില്ലേ ഞാൻ പോണേ കൊച്ചാ നാണം ഉണ്ടാടി നിനക്ക് റൂം കൊള്ളാൻ തറ തണുക്കണ റൂം കൊള്ളാൻ തറകള് അവന് തണുക്കണാട്ടാ നല്ല തണുപ്പാ അവരെ കളിക്കാൻ പറ ഒന്നുകൂടെ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ പറ ഡാൻസ് കളിക്കണ എങ്ങനെ ലാലി കൊച്ചു എങ്ങനെ ഡാൻസ് കളിച്ചാ കാണിക്കാൻ പറ അവിടെ നിന്ന് കാണിക്കാൻ പറ ലാലി കൊച്ചു ഡാൻസ് കളിക്കാൻ പറ ഡാൻസ് കളിക്കാൻ പറ സ്പ്രേ നല്ല മണം എടാ ചാച്ചോട് ഫ്ലൈങ് കിസോട് സമയം എത്ര മണിയാടി അമ്പു സമയം 2 മണിയായി നമ്മള് 2 മണിയായപ്പോൾ നമ്മൾ റൂമിലെത്തി ഇവിടെ ഇത്രയുള്ള ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ